പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസ് സ്റ്റാഫിന്റെ പേരിൽ തനിക്കും വ്യാജ കോൾ വന്നെന്ന് ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് തനിക്ക് താൽപര്യമുള്ള ആളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താം എന്നായിരുന്നു വാഗ്ദാനം. ജൂലൈ 10-ാം തീയതിയാണ് കോൾ വന്നത്. ഇക്കാര്യം അപ്പോൾ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിനെ അറിയിച്ചു. വ്യാജ കോൾ ആണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിയെന്നും എംപി പറഞ്ഞു. ജൂലൈ 10-ാം തീയതിയാണ് കോൾ വന്നത്. അപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം തട്ടിപ്പാണെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആ ഒരു ഗൗരവത്തിലെടുത്തിട്ട് ബഹുമാനിയായ പ്രിയങ്ക ഗാന്ധി മാഡത്തിൻ്റെ സെക്രട്ടറി രാജ്കുമാറിൻ്റെ റെഫറൻസ് പറഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്, അദ്ദേഹം പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ആ സമയത്ത് തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ച്, കാരണം രാജ്കുമാറുമായിട്ട് എനിക്ക് നല്ല പരിചയമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇങ്ങനെ താങ്കളുടെ പേര് പറഞ്ഞ് ഇന്നയാൾ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. അതായത് വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് വന്നു. അപ്പോൾ ഇടുക്കി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. അതിൽ 5 കോൺഗ്രസ് MLA-മാരാണ് വിജയിച്ചു വന്നിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസിന് ഒരു പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ നിന്ന് ഒരു പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല. അക്കാര്യത്തിൽ പാർട്ടി നിഷേധാത്മകമായൊരു സമീപനമാണ് സ്വീകരിച്ചത്. അപ്പോൾ ഒരു ആളെ, ഞാൻ പറയുന്ന ആളെ, ഞാനിപ്പോൾ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ MP എന്നുള്ള നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കൊക്കെ സജീവമായി നിന്നയാളെന്നുള്ള നിലയ്ക്ക് വിജയിച്ചു വന്ന MLA-മാരിൽ എനിക്കിഷ്ടമുള്ള ഒരാളെ മന്ത്രിയാക്കി തരാമെന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്ന ഓഫർ.